ഹലോ എവരിവൺ, ഈ ഇൻവിറ്റേഷൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഓർഗനൈസ് ചെയ്ത് നടത്തിയ എൻ്റെ 7ാം മാസത്തെ വളകാപ്പ് ഫംഗ്ഷൻ്റേതാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾക്കിടയിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു ട്രഡീഷണൽ വേയിൽ ഒരു വളകാപ്പ് ഫംഗ്ഷൻസ് നടത്തുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റൈലിലൊക്കെ ബേബി ഷവേഴ്സാണ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും അവരെ സംബന്ധിച്ച് അത് നടത്തുന്നതിൻ്റെ ടെൻഷൻസും ഒക്കെ ആയിരുന്നു അന്നത്തെ ദിവസം. നമുക്കിടയിൽ മിക്കവർക്കുള്ളൊരു സംശയമാണ്, എന്താണ് ഈ വളകാപ്പ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത് മെയിനായിട്ടെന്ന്. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ പ്രഗ്നൻസി സമയത്ത് ഒന്നുകിൽ 7ാം മാസത്തിൽ വളകാപ്പായിട്ടും അല്ലെങ്കിൽ 9ാം മാസത്തിൽ സീമന്തം ചടങ്ങായിട്ടും വളരെ ഇമോഷണൽ ബോണ്ടിങ്സും ബ്ലെസ്സിങ്ങും ഒക്കെ കൂടിയ ഒരു ബ്യൂട്ടിഫുൾ സെലിബ്രേഷനാണ്. ഇപ്പോൾ പക്ഷെ നമ്മുടെ നാട്ടിലെ മിക്കയിടത്തും ഒട്ടുമിക്ക എല്ലാവരും തന്നെ പ്രഗ്നൻസി സമയത്ത് നടത്തുന്ന ചടങ്ങായി ഈ വളകാപ്പ് മാറി. നമ്മൾ മാത്രമല്ല, പുറത്തൊക്കെ ഇംഗ്ലീഷ് കൺട്രീസിലും ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ നടത്താറുണ്ട്. അത് ബേബി ഷവർ എന്ന പേരിലാണ് അവർ നടത്താറ്. അപ്പോൾ പിന്നെ അവരിവിടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ സെറ്റാക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി മേക്കപ്പൊക്കെ ഇട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരാം. ഫംഗ്ഷൻ്റെ സെയിം ഡേ മോർണിംഗ് ആണ് കയ്യിൽ മെഹന്തി ഡിസൈൻ ചെയ്തത്. എനിക്ക് വേണ്ട ഡിസൈൻ കാണിച്ചു കൊടുത്തും എന്താണ് അതിൽ എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തുമാണ് കയ്യിൽ വരപ്പിച്ചെടുത്തത്. മെഹന്തി ആദ്യം ഇട്ടതിന് ശേഷം മേക്കപ്പിന് ഇരുന്നപ്പോഴേക്കും അത് ഉണങ്ങുന്നത് വരെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. This is Amma. Okay. To be. Yeah. To be has to be And in English. in English. Okay. Yeah, to be Okay. in English. And this is Appa, Okay. to be. Got it. I will try my best. Yeah. ഈ മെഹന്തി ഇടുമ്പോഴേ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മെഹന്തി അവർ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം കളർ ഇച്ചിരി കുറവായിരിക്കും. ഗ്രാജ്വലി ആണ് അതിൻ്റെ കളർ വരുന്നത് എന്നുള്ളത്. ആ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ. ഫംഗ്ഷൻ്റെ അന്ന് വൈകുന്നേരം കളർ വളരെ കുറവായിരുന്നു, പക്ഷേ പിറ്റേ ദിവസം അതിൻ്റെ കളർ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റിൽ മെഹന്തിയുടെ ഫോട്ടോഷൂട്ട് എടുത്ത കുറേ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എന്താ അല്ലേ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഡേ ഉണ്ടാവുക, നമ്മളെ ട്രീറ്റ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരാൾ നമ്മളൊന്നും അറിയാതെ അവിടെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി സമയത്ത് നമ്മളിങ്ങനെ ഒരാളെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫീൽ ഗുഡാണ് കിട്ടുന്നത്. ഒന്നിനെ ഓർത്ത് സ്ട്രെസ് അടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുക. ഒരു സെൽഫ് കെയർ ഡേ പോലെ. ഈ ഹറിബറിയായിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈലിനിടയിൽ നമുക്ക് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം, അത് വേണ്ടേ നമുക്ക്? സാധാരണ ഇങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോഴേക്കും ഞാൻ എപ്പോഴും ഓട്ടോ ആയിരിക്കും. എനിക്ക് ഒന്നും ചെയ്യാനോ ഒന്നിനൊന്നും സമയം കിട്ടാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ കുറേ നേരം അവിടെ ഇരുന്നതിൻ്റെ ഒരു ഫിസിക്കൽ ഡിസ്കംഫോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനൊക്കെ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി മേക്കപ്പിന് വേണ്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, മേക്കപ്പ് ഓവറായി പോവോ, ശരിയാവോ, ഓക്കെ ആവോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സാരി ഉടുക്കലാണ് പരിപാടി. ഞാൻ വളകാപ്പിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത സാരി ഇതാണ് കേട്ടോ. അതിൻ്റെ കൂടെ പെയർ ചെയ്തത് ഈ ഒരു ബ്ലൗസും. എന്നാൽ പിന്നെ ഇനി സമയം കളയുന്നില്ല, എനിക്ക് അവിടെ എത്താനുള്ള സമയം ഏകദേശമായി. ഇനിയിപ്പോൾ പോയി സാരിയൊക്കെ കൊടുത്ത് സെറ്റാക്കി ഫൈനൽ ലുക്കിൽ നമുക്ക് ഫംഗ്ഷൻ്റെ സ്ഥലത്ത് വെച്ച് കാണാം. ഓപ്പൺ ഓപ്പൺ. അതുകൊണ്ടല്ല ആമ്പിള്ളാരും ഇത്രയും കൂല് കാണുന്നത്, പെൺപിള്ളാർക്ക് കൂലും കാണുന്നത്. ആ കിരീടം ഇരിക്കുന്ന സാധനങ്ങൾ കാണുന്നത്, ആ കിരീടം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ക്രാഫ്റ്റിന്റെ ആളായിരുന്നോ? We'll
Please help death. Our Lord, my God. Please help death and Andy to go through her way of birth. Thank you for blessing her with the baby. And help her through the way through her life. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, forgive us our trespasses against us, and lead us not into temptation, but deliver us from evil. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb. Pray for us sinners now and the hour of death. Amen. In the name of the Father, and the Son, and the Holy Spirit. Thank you, Kunju. Thank you so much. Thank you. Yay! Thank you. Yay! Okay. Can I do? ഹലോ ഗുഡ് ഈവനിങ്. കുറച്ചുകൂടെ അടുത്തേക്ക്. കുറച്ച് ലേറ്റ് ആയി, ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെൽഫിന്റെ 7 മാസത്തെ വളകാപ്പ് പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. എന്താ പറയാ, കുറെ ഇമോഷണൽ ജേണി കുറെ കടന്നുപോയ കുറച്ച് നാളുകൾ. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഡെൽഫിന് ഒരു കുഞ്ഞു ബേബി ഉണ്ടാകുമ്പോഴാണ്. ഒരു ബേബി എന്താ പറയണ, ഇത് അറിഞ്ഞപ്പോൾ ആദ്യമേ ഇവര് നമ്മളോട് പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവര് പെട്ടെന്നാണ് നമ്മളോട് റിവീൽ ചെയ്തത്. ചില സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങിയായിരുന്നു, അതാണ് ഒബ്വിയസ്ലി. അത് കഴിഞ്ഞ് അറിഞ്ഞു. പക്ഷെ അന്നേരം തീരെ വയ്യാതെ വന്നു, ശബ്ദില് ക്ഷീണം, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി. ഭക്ഷണം കഴിക്കാൻ വയ്യ, ആകെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അതിലൂടെയൊക്കെ അവൾ ഓവർകം ചെയ്തു. അവൾ ഇതുവരെ എത്തി. ഒരുപാട് ക്ഷീണം ഉണ്ടായത് പോലും അവള് ഒരുപാട് കാര്യങ്ങൾ അഭിവൃദ്ധി ചെയ്തു. കൂട്ടത്തിൽ ഡ്യൂട്ടി വരെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞാണ് അവൾ ഇവിടം വരെ എത്തിയത്. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ദൈവതുല്യമായ കാര്യമാണ്. ഏറ്റവും ഒരു നല്ല അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്. ഇസുക്കുട്ടി ഉണ്ടായി. ഇസുക്കുട്ടിയിലൂടെ നമുക്കറിയാം ഇറ്റ് വാസ് എ ബ്ലെസ്ഡ് മൂമെന്റ് ഫോർ ദം. പിന്നെ അത് കഴിഞ്ഞു അവളുടെ വളർച്ച 6 years ആയി. അടുത്ത ബേബി വരികയാണ്. ആ 6 yearsല് ഇസുക്കുട്ടി 6 years, അതായത് 6 വർഷം ഒരുപാട് പെട്ടെന്ന് കടന്നുപോയി. ആദ്യത്തെ ഇസുക്കുട്ടി ഉണ്ടായ സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കോവിഡിന് കുറച്ച് നാൾ മുമ്പ് ആ ഒരു സമയം കാൻബറ ഹോസ്പിറ്റലില് ഷാളറ്റ് ആയിരുന്നു ഡെലിവറിയുടെ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അതായത് വേറെ ആർക്കും ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. ഷാളറ്റ് ഉണ്ടായിരുന്നു, സിമി ഉണ്ടായിരുന്നു, അല്ലേ? ഒരുപാട് ആൾക്കാരുടെ ഇടയ്ക്കാണ് ഇസുക്കുട്ടി പറഞ്ഞു വീണത്. അടുത്തതായി നമ്മുടെ അടുത്ത ആള് വരികയാണ്. അതിലും കൂടുതൽ ആൾക്കാർ ഇവിടെ ചുറ്റിനും ഉണ്ട്. എല്ലാരും ഡെലിവറി റൂമിൽ കയറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ബ്ലസ്ഡ് മൂമെന്റ് ആണ്, എനിക്കറിയാം. ഇമോഷണൽ. ഒരു പ്രഗ്നന്റ് ആവുക എന്ന് പറയുന്നത് നിനക്ക് അറിയാലോ. നീ ഒരുപാട് പ്രാർത്ഥിച്ചു, നീ ദൈവത്തോടെ ഏറ്റവും അടുത്തു, ചോദിച്ചു മേടിച്ചു. ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണ് നമുക്ക് വേണ്ടത്. ആരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം നിനക്ക് തരും. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഈ പിഞ്ചേട്ടനും അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞു വാവയില് ഒരു പേര്. അങ്ങനെ ഏറ്റവും നല്ലൊരു മൂമെന്റിലേക്ക് നീ കിടക്കുകയാണ്. ഇന്നും ഞങ്ങളുണ്ട്, അന്നും ഉണ്ടായിരിക്കും. നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് പറയുക, ഞങ്ങൾ കൊണ്ടുതരും. കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുക്കം നിനക്കറിയാം. എന്നാലും യു നീഡ് എ ഹാൻഡ്. ഓഫ് കോഴ്സ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഫാമിലി ഇല്ല, നമ്മൾ ഫ്രണ്ട്സ് ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ പ്രഗ്നൻസിയിൽ അവളെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുണ്ടായി. ഞങ്ങളുടെ മൂത്ത ആളുണ്ടായിരുന്നു കോവിഡിന്റെ. ആ സമയത്ത് നീ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെയായിരിക്കും. ഇത് കോവിഡ് ടൈം അല്ല, ബട്ട് സ്റ്റിൽ ഇതൊരു ഞങ്ങളുടെ ഏറ്റവും സപ്പോർട്ടുള്ള ജേർണി ആയിരിക്കും ഇതിന്റെ മുമ്പോട്ടും. അത് ഞങ്ങൾക്ക് ഏറ്റവും നിനക്ക് ഞങ്ങൾ തരുന്ന പ്രോമിസാണ്. ഓക്കെ, ഓ ഗുഡ്. എനിക്ക് തോന്നുന്നു ഇന്ദു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കണേന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഒരിടത്തും അങ്ങനെ ഇന്ദു വന്നൊന്നും പറയാം. ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, എൻ്റെ ലൈഫിലെ, എൻ്റെ മാത്രമല്ല ഫിബിയുടെ എൻ്റെ ലൈഫിലെ ഇന്ന് വരെ ഓസ്ട്രേലിയയിൽ വന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നേടിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ
ഒരേ ഒരു വാഴയുള്ളൂ ഫ്രണ്ട്സ്. അത് ഞങ്ങൾക്ക് ഫാമിലിനെക്കാളും കൂടുതൽ ഞങ്ങളുടെ കൂടെ നിന്ന് എന്താ പറയുക, എനിക്ക് എൻ്റെ പാരൻസ് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഇല്ല, ആരുമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ മാറ്റിയത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണ്. ഞാൻ ഇവര് ജെൻഡർ റിവ്യൂ നടത്തിയപ്പോഴേ ഞാൻ പറഞ്ഞു ജെൻഡർ റിവ്യൂ മതി, വേറെ ഒന്നും വേണ്ട, ദേവീശ്വരൊന്നും വേണ്ട എന്ന്. പക്ഷെ അവരെ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്താന്നുള്ളത്, അവരെത്രമാത്രം എഫേർട്ട് ഇട്ടു എന്നുള്ളത് ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ കണ്ടതാണ്. വളകാപ്പ് നമുക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു ചടങ്ങ് നടക്കുന്നത്. നമ്മളെപ്പോഴും ബേബി ഷവർ അങ്ങനെയൊക്കെയാണ്. ഇത് ഫസ്റ്റ് ടൈം ഒരു വളകാപ്പ്. പക്ഷേ എന്താ പറയുക, ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളത് എനിക്ക് വേണ്ടി ഒരുക്കിയപ്പോൾ ഐ എം സോ ഹാപ്പി. അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഇസുക്കുട്ടിയും ബിബിയും എൻ്റെ ഈ കൊച്ചുപാവയും എല്ലാവരും നല്ല ഹാപ്പിയായി. ഞാൻ ബ്ലെസ്ഡ് ആയിട്ട് പോവുകയാണ്. എനിക്ക് കുറേ പേരുണ്ട് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങൾ തന്നു. എനിവേ മൈ ഫ്രണ്ട്സ് ഈസ് മൈ സ്ട്രെങ്ത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. ഇനി ഓരോ ഓരോരുത്തരായിട്ട് വന്ന് നമുക്ക് ഗൾഫിലെ കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് ഒരു സ്വീറ്റ്സ് വായി വെച്ച് ചന്ദനം മുഖത്ത് തൊടുന്നില്ല, കൈ തൊട്ടാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ വരൂ. ജിലേബി എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മധുരം കുടി കുളി ഞാൻ ആന്റി വളരെ നന്ദി. എന്തിനെ എരിവ് ഇഷ്ടമുള്ളതുകൊണ്ടും ഇഷ്ടമുള്ള ഞാൻ മാങ്ങ എടുക്കാം. മാങ്ങ കടിക്കുമ്പോ സൂക്ഷിക്കണം. എരിവല്ല. നിന്നെ എടുക്കണ്ട. എന്താ വേണ്ടേ? ഇത് ഏത് കണ്ട വള വേണ്ടേ? ഈ മൂന്ന് ചെറിയ ചാലത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്തോ.
ഇടയ്ക്ക് നീ കട്ട് ചെയ്താണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല ഒന്നും. ഫോട്ടോ അതെടുത്ത് തന്നെ വന്നോളൂ. ആങ്കോണ അവള് വെയിറ്റ് അമ്മ വരുമോ? അവള് മറിക്കടാ. Just pick any. Pick any sweet. ബ്ലസ് ചെയ്യും. എങ്ങനെ ബ്ലസ് ചെയ്ത സ്വീറ്റ്സ് ആണെന്ന് ചോദിച്ചേ. അത് കൊടുത്തേ. ജപ്പന് കൊടുക്കും. അമ്മ ആരാ കൊടുക്കുന്നേ? അമ്മ ഇഷ്ടമാണ് കൊടുത്തേ. അമ്മ ഒരു സ്വീറ്റ് കൊടുത്തേ. അത് കൊടുക്കും. ഇനി ഒരു വള എടുത്ത് കൊടുത്തേ. വള അതെടുത്ത് കയ്യിലിട്ട് കൊടുക്കും. ബാങ്കിൽ അങ്ങനെ ഇടുന്നേ. ഓക്കെ കം Just click around the color change. എന്തു ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇതില്. നമ്മൾ കാണൂല പോകുന്നത്. ലാസ്റ്റ് കാണുള്ളൂ. ചോദിച്ചു ചേച്ചേട്ടൻ്റെ ഏതാ വേണ്ടത് ചോദിച്ചേ. ചിന്നിന് ഏതാ വേണ്ടേ? നന്നാട്ടോ. അതൊരു കഷ്ണം ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു. ഓക്കെ എന്നിട്ട് പ്ലേറ്റിൽ വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് വള എടുത്തിട്ട് എന്റെ കയ്യിൽ കൊടുത്തിട്ട് അതെടുത്തിട്ട് പോയാ അതെടുത്തിട്ട് പോയാ ഞങ്ങളത്
കേക്ക് നമുക്ക് വേറെ എടുക്കാം. ഏതാ കഴിച്ചോ കഴിച്ചോ. തന്നെ കഴിക്കണം, തന്നെ. എല്ലാരും കയറി ഇരിക്കണം. എന്തിനാ അവിടെ പ്ലേറ്റ്? അങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ്സും മെമ്മറീസും കൂടി കലർന്ന ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു എൻ്റെ ഈ വളകാപ്പ് ഫംഗ്ഷൻ. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വളകാപ്പ്, ബേബി ഷവർ അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രഗ്നൻസി എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ ലൈഫിലെ പ്രഗ്നൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ദൈവം ഒരു സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിൽ നടത്തുന്ന ഒരു മിറാക്കിൾ യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ വളരാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മൾ പിന്നെ പഴയ ആളെ അല്ല, ആ കുഞ്ഞിനോടൊപ്പം തന്നെ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളിൽ വളരുന്നുണ്ടാവും. ചില സമയങ്ങളിലൊക്കെ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ആകുലതകളും എത്രത്തോളം വലുതാണെന്ന് ചിലപ്പോൾ അതിൻ്റെ അപകടങ്ങൾ പോലും നമുക്കറിയാമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ധൈര്യവും വിൽ പവറും ഒക്കെ വേറെ ആരെക്കാളും അല്ലെങ്കിൽ മുൻപ് കിട്ടിയിട്ടില്ലാത്തൊരു കോൺഫിഡൻസ് ലെവൽ ആ ഒരു 9 മാസം ദൈവം നമുക്ക് തരും എന്നതാണ് ഈ മിറാക്കിൾ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുകൂടാതെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ പ്രഗ്നൻസി സമയത്ത് പ്രാർത്ഥിച്ചിരുന്നത് അമ്മേനെയും കുഞ്ഞിനെയും ഒരു പോറൽ പോലും കൂടാതെ കിട്ടണേ തമ്പുരാനെ എന്നൊക്കെയാണ്. അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീക്കും ഉണ്ടാകുന്ന ആകുലതകളിൽ ഒന്നായിരിക്കും ഈ കാര്യം. പക്ഷേ മിക്ക സ്ത്രീകളും സ്വന്തം ജീവനെ പേടിച്ച് അമ്മയാകണ്ട എന്ന് ചിന്തിക്കാറില്ല. അതുമാത്രമല്ല, പ്രസവത്തിൽ തനിക്ക് എന്തു പറ്റിയാലും കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടും ഒപ്പം ആ ഒരു നിമിഷത്തെ ധൈര്യപൂർവ്വം നേരിടാൻ ഞാൻ റെഡിയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യാറാണ് പതിവ്. ഈ പ്രസവവേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിലൊന്ന് എന്നാണ് മിക്കവരും പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വേദനകളും നിലവിളികളും സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ കേൾക്കുന്ന ഒരു നിമിഷം ഒരു സ്ത്രീ അപ്പോൾ അനുഭവിച്ച വേദനകളെയൊക്കെ മായ്ച്ചു കളയാനും അത് സന്തോഷ കണ്ണീരായി നമുക്ക് അനുഭവിക്കാനും കഴിയുന്ന ഒരു നിമിഷം ദൈവം അവിടെ നമുക്ക് സമ്മാനിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രഗ്നൻസി ജേണി എനിക്ക് തോന്നിയിട്ടുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അത്ഭുത യാത്രയാണെന്ന്. അതും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ധൈര്യപൂർവ്വം യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന അവളുടെ ഒരു മറുജന്മം കൂടിയായിരിക്കും. ഇത്രയൊക്കെ പവിത്രമായൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ധൈര്യം ആകണമെന്നില്ല ആ സമയത്ത് അവൾക്ക് കിട്ടുന്നത്. അവളുടെ ചുറ്റും നിന്നുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത് എന്തിനും നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തുന്ന അവളുടെ പ്രിയപ്പെട്ടവരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമാണ്. എപ്പോഴും എല്ലാവരും അടുത്തില്ലെങ്കിൽ പോലും ഒന്ന് ഫോൺ ചെയ്ത് നീ ഓക്കെ അല്ലേ, പേടിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ചെറിയ വിവരാന്വേഷണങ്ങൾക്ക് പോലും ഒരു പ്രഗ്നൻസി സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ ധൈര്യവതികളാക്കും. അതുകൊണ്ടൊക്കെയാണ് ഇതുപോലുള്ള ഫങ്ഷൻസൊക്കെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കുന്നതും. ആ സമയത്ത് അവിടെയുള്ളവരൊക്കെ മനസ്സ് തുറന്ന് കുഞ്ഞിനെയും അമ്മയും ബ്ലെസ് ചെയ്ത് സന്തോഷവതികളാക്കി ഒരു ഡെലിവറിക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ജൂലൈയിൽ എൻ്റെ ഒപ്പം ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രഗ്നൻസി ജേണിയിൽ ഇപ്പോൾ ആയിരിക്കുന്നവരും അതുപോലെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ ദൈവത്തിൻ്റെ എല്ലാ കൃപയും ഉണ്ടാവട്ടെ.